ഇന്ത്യ-US വ്യാപാര കരാർ മാർച്ചിൽ ഒപ്പിട്ട് ഏപ്രിലിൽ പ്രവർത്തനക്ഷമമാക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. വ്യാപാര കരാർ നിയമപരമായി അന്തിമമാക്കുന്നതിന്റെ ഭാഗമായി വാണിജ്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ദർപ്പൺ ജെയിന്റെ നേതൃത്വത്തിലുള്ള സംഘം 23-ന് വാഷിംഗ്ടണിൽ പോകും. കരാറിൽ ഒപ്പുവെക്കാൻ US വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീർ മാർച്ചിൽ ഇന്ത്യ സന്ദർശിച്ചേക്കും. കഴിഞ്ഞ ജൂലൈ 24-ന് ഒപ്പുവെച്ച UK-യുമായുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും കഴിഞ്ഞ ഡിസംബർ 18-ന് ഒപ്പുവെച്ച ഒമാനുമായുള്ള സാമ്പത്തിക പങ്കാളിത്ത കരാറും ഏപ്രിലിൽ പ്രവർത്തനക്ഷമമാക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള വ്യാപാര കരാർ സംബന്ധിച്ച ആദ്യ റൗണ്ട് ചർച്ചകൾ 23 മുതൽ ന്യൂഡൽഹിയിൽ നടക്കും. അതേസമയം ഇന്ത്യ-US വ്യാപാര കരാറിനെതിരെ AI ഉച്ചകോടിയിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധമുണ്ടായി. പ്രധാനമന്ത്രിക്കെതിരെ വസ്ത്രമൂരിയാണ് പ്രതിഷേധം നടന്നത്. പ്രധാന വേദിക്കകത്തേക്ക് കയറിയ ഇവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു നീക്കി. കരാറിനുള്ള ഡീലിനായി പ്രധാനമന്ത്രി വിട്ടുവീഴ്ച ചെയ്തുവെന്നാണ് ആരോപണം. ആഗോള ഉച്ചകോടിയുടെ പ്രധാന വേദിയിൽ തന്നെയുണ്ടായ സുരക്ഷാ വീഴ്ചയിൽ വലിയ വിമർശനമാണ് ഉയരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെയാണ് AI സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്തത്. ഉച്ചകോടിയിൽ ചൈനീസ് നിർമ്മിത റോബോട്ടിക് നായയെ ഇന്ത്യൻ നിർമ്മിതമെന്ന് അവകാശപ്പെട്ട് പ്രദർശിപ്പിച്ചത് ഇതിനോടകം തന്നെ ആഗോളതലത്തിൽ വലിയ നാണക്കേടിന് കാരണമായിരുന്നു. അതിനു പിന്നാലെയാണ് പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തത് ആരാണെന്നതിൽ വ്യക്തത വന്നിട്ടില്ല. ഇവരെ പോലീസും കൂടി നിന്നവരും ചേർന്ന് മർദ്ദിച്ചു. അതേസമയം ഇളവുകൾ അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് ഇന്ത്യക്ക് യാതൊരു നേട്ടവുമില്ലാത്ത വ്യാപാര കരാറിന് അമേരിക്കയ്ക്ക് മുന്നിൽ പ്രധാനമന്ത്രി മുട്ടുമടക്കിയത് സമ്മർദ്ദം മൂലമാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഈ വ്യാപാര കരാർ ഇന്ത്യയെ ഡേറ്റാ കോളനിയാക്കി മാറ്റുമെന്ന് സമൂഹമാധ്യമമായ എക്സിലെ പോസ്റ്റിൽ അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കരാറിലൂടെ രാജ്യത്തെ വിറ്റുതുലയ്ക്കുകയാണെന്ന തന്റെ പാർലമെന്റ് പ്രസംഗത്തിന്റെ വീഡിയോയും അദ്ദേഹം പങ്കുവച്ചു. അമേരിക്കയെ സന്തോഷിപ്പിക്കാൻ നമ്മുടെ കർഷകരുടെ താൽപര്യങ്ങൾ ബലികഴിച്ചതും നമ്മൾ ഇന്ധനം വാങ്ങുന്ന കാര്യം തീരുമാനിക്കാൻ അമേരിക്കയെ അനുവദിച്ചതും എന്തിനാണെന്ന് അദ്ദേഹം ചോദിച്ചു. അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി വർഷം തോറും 100 കോടി ഡോളറാക്കി ഉയർത്താൻ സമ്മതിച്ചപ്പോൾ തിരിച്ച് നമുക്കെന്ത് ഗുണമാണ് ലഭിക്കുകയെന്നും അദ്ദേഹം ചോദിച്ചു. വലിയ തുക ചെലവിട്ടുണ്ടാക്കിയെടുത്ത മോദിയുടെ പ്രതിച്ഛായയ്ക്ക് മേലാണ് പിടുത്തം വീണത്. ആ പ്രതിച്ഛായയുടെ നിയന്ത്രണം ഇപ്പോൾ അമേരിക്കയുടെ കൈകളിലാണെന്നും അതിന്റെ കെടുതികളാണ് ഇന്ത്യയിലെ കർഷകർ അനുഭവിക്കാൻ പോകുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അതിലും പ്രധാനമാണ് നമ്മുടെ ഡേറ്റയുടെ കാര്യം. തുച്ഛലാഭത്തിന് മോദി നമ്മുടെ ഡേറ്റ അമേരിക്കയ്ക്കും അമേരിക്കൻ കമ്പനികൾക്കും വിട്ടുകൊടുക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. അതേസമയം വ്യാപാര ഉടമ്പടിയുടെ രൂപത്തിൽ ദേശീയ താൽപര്യം പണയം വെക്കാൻ പാടില്ലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കരാറിൽ കർഷകരുടെ ജീവനോപാധി മാത്രമല്ല രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയും ഡിജിറ്റൽ പരമാധികാരവും സാമ്പത്തിക സ്വാശ്രയത്വവും വരെ അടിത്തറ വെച്ചിരിക്കുകയാണെന്ന് കോൺഗ്രസ് പാർട്ടി കുറ്റപ്പെടുത്തി. ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കവെ പാർട്ടി ജനറൽ സെക്രട്ടറിയും MP-യുമായ രൺദീപ് സിംഗ് സുർജവാലയാണ് ഈ ആരോപണം ഉന്നയിച്ചത്. രാജ്യത്തിന്റെ സ്വാശ്രയത്വം ദുർബലപ്പെടുത്തുന്ന ഒരു ഏർപ്പാടും 1.44 കോടി ഇന്ത്യക്കാർ അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ കാർഷിക വിപണി തുറന്നുകൊടുക്കാനും അമേരിക്കയുടെ ഭക്ഷ്യ കാർഷികോൽപ്പന്നങ്ങൾ തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്യാനുമാണ് ഇന്ത്യ സമ്മതിച്ചിരിക്കുന്നതെന്ന് സുർജവാല പറഞ്ഞു. എന്നാൽ കരാറിന്റെ ഭാഗമായി ചില ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. നിലവിൽ 25% നിന്ന് താരിഫ് 18% കുറയ്ക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ ആഴ്ച തന്നെ ഈ നടപടികൾ പൂർത്തിയായേക്കുമെന്നും കൊമേഴ്സ് സെക്രട്ടറി വ്യക്തമാക്കി. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരത്തിലെ തടസ്സങ്ങൾ നീക്കുന്നതിനും കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനും ഈ നീക്കം ഗുണകരമാകും. വ്യാപാര കരാറിന്റെ ഘടനയിൽ ഇരു രാജ്യങ്ങളും ഒരേ നിലപാടാണ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത്. നിയമപരമായ കരാർ കൂടി നിലവിൽ വരുന്നതോടെ ലോകത്തിലെ 2 വലിയ ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ പുതിയൊരു അധ്യായം കുറിക്കപ്പെടും. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കാനും അമേരിക്കൻ സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിൽ എത്തിക്കാനും ഈ കരാർ വഴി സാധിക്കും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.